ഓസ്ട്രേലിയയിൽ വിനോദസഞ്ചാരത്തിനൊപ്പം ജോലിയുമായാലോ? ഇത് എങ്ങനെ ശരിയാകുമെന്നല്ലേ? എന്നാൽ ഇന്ത്യക്കാർക്കായി വർക്ക് ആൻഡ് ഹോളിഡേ വിസ ബാലറ്റ് പ്രക്രിയ അവതരിപ്പിച്ചിരിക്കുകയാണ് ഓസ്ട്രേലിയൻ സർക്കാർ. ഇന്ത്യക്കൊപ്പം തന്നെ ചൈന, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളെയും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യ, ചൈന, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിലുള്ളവരെ ആകർഷിക്കുന്നതിനായാണ് ഓസ്ട്രേലിയൻ സർക്കാർ വിസ ബാലറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതോടെ ഇനി വർക്ക് ആൻഡ് ഹോളിഡേ വിസ വഴി ഓസ്ട്രേലിയയിൽ എത്തുന്ന സഞ്ചാരികൾക്ക് ഓസ്ട്രേലിയയിൽ അവധിക്കാലം ആസ്വദിക്കാനും ഒപ്പം തൊഴിൽ ചെയ്ത് വരുമാനം നേടാനും സാധിക്കും. അതേസമയം തെരഞ്ഞെടുത്ത രാജ്യങ്ങൾക്ക് മാത്രമേ ഈ ഒരു പദ്ധതിയിൽ പങ്കാളികളാകാൻ സാധിക്കൂ. കൂടാതെ പുതുക്കിയ വിസ നയപ്രകാരം 2024-25 വർഷത്തിൽ ചൈന, വിയറ്റ്നാം, ഇന്ത്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾക്ക് വർക്ക് ആൻഡ് ഹോളിഡേ വിസയ്ക്ക് മുൻകൂറായി അപേക്ഷകൾ നൽകാം. വാലറ്റ് വഴിയാണ് ആദ്യം വർക്ക് ആൻഡ് ഹോളിഡേ വിസ അപേക്ഷകൾ തിരഞ്ഞെടുക്കുന്നത്. കൂടാതെ 25 ഓസ്ട്രേലിയൻ ഡോളറാണ് വാലറ്റ് പ്രക്രിയയുടെ രജിസ്ട്രേഷൻ ഫീസായി ഈടാക്കുന്നതും. ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവർക്കായിരിക്കും വർക്ക് ആൻഡ് ഹോളിഡേ വിസ ഓൺലൈനായി അപേക്ഷിക്കാൻ സാധിക്കുക. അതേസമയം ഇതിനകം തന്നെ വർക്ക് ആൻഡ് ഹോളിഡേ വിസ ലഭിച്ചിട്ടുള്ള ചൈന, വിയറ്റ്നാം, ഇന്ത്യൻ പൗരന്മാരെ ബാലറ്റ് ഇല്ലാതെ തന്നെ ഓസ്ട്രേലിയൻ സർക്കാർ തിരഞ്ഞെടുത്തിട്ടുമുണ്ട്. കൂടാതെ നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്ത അക്കൗണ്ട് വഴി ഓൺലൈനായി തന്നെ രണ്ടാമത്തെയും മൂന്നാമത്തെയും അപേക്ഷകൾ സമർപ്പിക്കാനും സാധിക്കും. എന്നാൽ ആർക്കൊക്കെ ഈ അപേക്ഷകൾ നൽകാം? എന്താണ് ഇതിന്റെ യോഗ്യത എന്ന് നോക്കാം. 18 മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ് ആദ്യ വർക്ക് ആൻഡ് ഹോളിഡേ വിസ അനുവദിക്കുന്നത്. കൂടാതെ വിസ ഉപയോഗിച്ച് അവധിക്കാലം ആസ്വദിക്കാനും തൊഴിലെടുക്കുവാനും 4 മാസം വരെ രാജ്യത്ത് പഠിക്കാനും സാധിക്കും. കൂടാതെ ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചും എത്ര തവണ വേണമെങ്കിലും യാത്ര ചെയ്യാനും കഴിയും. നിലവിൽ വർക്ക് ആൻഡ് ഹോളിഡേ വിസ കൈവശമുള്ളവർക്കും രണ്ടാമത്തെ വർക്ക് ആൻഡ് ഹോളിഡേ വിസയ്ക്ക് ശ്രമിക്കാം. അതേസമയം ഓസ്ട്രേലിയൻ വിനോദസഞ്ചാരികൾക്ക് യാത്രകൾക്ക് ആവശ്യമായ പണം കണ്ടെത്തുന്നതിനായാണ് ഹ്രസ്വകാല ജോലി ചെയ്യാനുള്ള ഈ ഒരു സൗകര്യം സർക്കാർ ഏർപ്പെടുത്തിയത്. കൂടാതെ വിസയുടെ വില എന്ന് പറയുന്നത് 650 ഓസ്ട്രേലിയൻ ഡോളറാണ്. അതായത് 36,748 ഇന്ത്യൻ രൂപ. കൂടാതെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് വിപുലമായ ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ ഒരു കരാർ ഓസ്ട്രേലിയൻ സർക്കാർ രൂപീകരിച്ചത്.